അതൊരു പുതിയ പ്രയോഗമാണ്. ഒന്നാം ആരോഗ്യമന്ത്രി. അത് ശൈലജ ടീച്ചറെ അപമാനിക്കാൻ വേണ്ടിയാണ് ആ വാക്ക് പറയുന്നത്. ഞാൻ നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പുച്ഛം നന്നായി. അല്പം പരസ്പര ബഹുമാനം വേണം. ഇയാളെ ആരാ ഇവിടെ വിളിച്ചത്? അറിയാം, നിങ്ങളെപ്പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുടെ അഭിനന്ദനങ്ങൾ ആവശ്യമില്ല. അതാണ് നല്ലത്. ഒന്നുമില്ലല്ലോ, നമ്മുടെ കുടുംബത്തിൽ അന്തസ്സല്ലേ. അവരെ അപമാനിക്കുന്നു, ആക്ഷേപിക്കുന്നു. ഒന്നാം മന്ത്രി, മറ്റേ രണ്ടാം മന്ത്രി, അത് സർവ്വപുച്ഛമാണല്ലോ. രണ്ടാമത് പരീക്ഷ എഴുത്. അവിടെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യമന്ത്രി പിന്നെ ഒന്നാം മന്ത്രി എന്നല്ലാതെ പത്താം മന്ത്രി എന്ന് പറയാൻ പറ്റുമോ ശ്രീ അനിൽകുമാർ? അതൊക്കെ അനുപമ കുറച്ചുകൂടി സോഫ്റ്റ് ആയാലേ ഞാൻ പറയൂ. അപ്പൊ നിങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. മൂന്നാം മന്ത്രി എന്ന് പറയാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന അടുത്ത സർക്കാരും LDF സർക്കാരായിരിക്കും. ഇതേ നിലയിൽ ആരോഗ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മൂന്നാം മന്ത്രിയും ഉണ്ടാകാൻ കഴിയും. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. അത് മെച്ചപ്പെട്ടോ എന്നുള്ളത് കണക്ക് നോക്കി പറയാം. എന്താ കണക്ക് തെറ്റിക്കുന്ന? ഇത് വേറെ കണക്കാണ് സാറേ, ഈ എന്റെ കണക്ക് തെറ്റി. മനോരമ വായിച്ചാണ്. എനിക്ക് മനോരമയിൽ നല്ല വിശ്വാസമാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇതുവരെ പറഞ്ഞതും അങ്ങനെയൊക്കെ തന്നെ. മനസ്സിലായി. ഞാൻ താങ്കളോട് ചോദിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണം വാങ്ങാൻ നിവൃത്തിയില്ലാത്തത് കേന്ദ്ര സർക്കാർ പണം തരാത്തത് കൊണ്ടാണ് എന്നാണോ താങ്കളുടെ വാദമെന്നാണ്. പറഞ്ഞ് നേരെ ഏതാ നോണ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. 550 രൂപയ്ക്ക് PP കിറ്റ് ലഭിക്കുമായിരിക്കെ ആ ഓർഡർ ക്യാൻസൽ ചെയ്തതിനു ശേഷം 1.5 മണിക്കൂറിന് ശേഷം 1550 രൂപയ്ക്ക് കിറ്റ് വാങ്ങിയാൽ സ്വാഭാവികമായി കേസിൽ പെടും. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? എന്താടോ നന്നാവാത്ത? എന്താണ് ഈ ചർച്ചയിലെ ഉള്ളടക്കം പോലും അറിയാൻ വയ്യാതെയാണ് ബഹുമാനപ്പെട്ട ചാമക്കാല സംസാരിക്കുന്നത്. നാണല്ലോ തനിക്ക്. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും പറയുന്ന കേട്ട് ചർച്ചയ്ക്ക് ഇറങ്ങാമോ? റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത തെണ്ടികൾ. പ്രോബ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് AMC കിട്ടുന്നതല്ല. കാരണം അത് ഒടിഞ്ഞു പോകുന്ന ഒരു സാധനം. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇങ്ങനെയൊക്കെ AMC കിട്ടുമോ? മെഷീനിലെ AMC കിട്ടുമോ? ഓ, അപ്പൊ ബുദ്ധിയില്ല, ബോധമില്ല. ഞാൻ പറയട്ടെ എന്റെ ഇത്രയും വർഷത്തെ അഭിഭാഷക വൃത്തികടയിൽ ഇത്രയും വൃത്തികെട്ട ഒരു കരാർ ഞാൻ ആദ്യമായി കാണുകയാണ്. മെഷീന് ഞാൻ പറയട്ടെ, താങ്കൾ തന്നെയല്ലേ പറയുന്നത് ഈ പ്രോബ് എന്ന് പറയുന്നത്? ആ വാക്ക് ഞങ്ങൾ മാറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ തല മാറ്റാൻ പറ്റുമോ? വാക്കല്ലേ മാറ്റാൻ പറ്റൂ? ഞാൻ പറയട്ടെ സാർ, എന്റെ സമയല്ലേ. എന്നെ മാപ്പാക്കി തരൂ. താൻ ഇങ്ങനെ പിണങ്ങിയിരുന്നാ എങ്ങനെയാ? താൻ അവിടെയുള്ളതല്ലോ എന്റെ ധൈര്യം. നിങ്ങളൊരു സാധനം വാങ്ങിക്കുന്നു 41,000 രൂപയ്ക്ക്. അതിനിവിടെ AMC ഈ ഒടിയുന്ന ഓരോന്നും മാറി തരുമോ? ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. വക്കീല പറഞ്ഞിട്ട് എന്താ കാര്യം? ബോധം വേണം, ബോധം. രണ്ടുപേരുടെ കൂടി ഒരു വള്ളത്തെ കയറിയുണ്ട്. എനിക്ക് എളുപ്പമുണ്ടല്ലോ, ഒരുമിച്ച് മറുപടി പറയാമല്ലോ. പക്ഷേ ഇതൊന്നും കണ്ടാ ഞാൻ പതറില്ല. തൂക്കിക്കൊല്ലേ ഞങ്ങൾക്ക് അഴിമതി നടത്താനാണ് ഈ 15,000 എണ്ണം വില കൂടുതൽ വാങ്ങുന്നത്. തൂക്കിക്കൊല്ലേ പറയട്ടെ. ഒന്നുകിൽ ആ തടിമാടനെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള വഴി ആലോചിക്കണം, അല്ലെങ്കിൽ ആ മൂരിക്ക് മൂക്കയാടണം. ചാനലിലെ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പ്രത്യേക അവകാശം വല്ലതും ഉണ്ടോ? അതോ 2 അവതാരകരാണോ? ഇല്ല. ഒരു സംശയം ചോദിച്ചതിന് എത്ര ചിരിക്കാൻ? കേരളത്തിന്റെ പ്രശ്നം എന്താ? കേരളത്തിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടുതലാണ്. അവർക്ക് മരുന്ന് കൂടുതൽ വേണം. താടി കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണോ ബീഡി കത്തിക്കുന്ന ബ്രോക്കറെ? കേരളത്തില് ഏജ് കൂടുതലുള്ള തലമുറ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കുട്ടികളുടെ എണ്ണം കുറവാണ്. താൻ ഇത്രയും തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോഴാ നേരിട്ട് കണ്ടത്. ഞാൻ എന്തെല്ലാമോ പറയുകയാണെന്ന് പറഞ്ഞാൽ എന്നെ അപമാനിക്കുന്ന ഒരു വർത്തമാനമാണ്. ബുദ്ധിയില്ലാത്ത കഴുത ഭാരം ചുമക്കും. അങ്ങനെയുള്ളൊരു ചർച്ചയ്ക്ക് വിളിക്കരുത്. എന്തെല്ലാമോ പറയുന്നവരെ താങ്കൾ മറുപടി പറയുന്നത് ഞാൻ രാഗമല്ല, ഇതൊരു തരം രോഗമാ. മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് വരുന്ന രോഗിയുടെ കയ്യിൽ നിന്ന് പിരിവിട്ട് പണം വാങ്ങി ഉപകരണം വാങ്ങേണ്ടി വരുന്ന ഗതികേട് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. പാട്ടപ്പിരിവ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജന്മാവകാശമാകുന്നു. അതിനെ ചോദ്യം ചെയ്യുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ എണ്ണി എടുത്തോ, ഗതികെട്ട കാശ ഗുണം പിടിക്കത്തില്ല. അപ്പളേ നമ്മൾ പിന്നെ വരാം.